നമസ്കാരം. ഡ്രാഫ്റ്റ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ ഗബ്രിയൽ മെഗല്ലസ് പെനാൽറ്റി മിസ്സാക്കിയതും തൻ്റെ സഹതാരങ്ങളൊക്കെ ആഘോഷിക്കുമ്പോൾ അതിലേക്ക് പോകാതെ ഗബ്രിയൽ മെഗല്ലസിനെ ആശ്വസിപ്പിക്കുന്ന മാർക്കിഞ്ഞോസും വലിയ രൂപത്തിൽ വാർത്തയായ സംഭവമാണല്ലോ. മാർക്കിഞ്ഞോസ് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നു. ബെസ്റ്റ് ഇൻ ദി വേൾഡ് ആണ് മെഗല്ലസ്, ഗബ്രിയൽ മെഗല്ലസ് എന്ന് പ്രശംസിക്കുന്നു. ഒപ്പം 2022 വേൾഡ് കപ്പിൽ ക്രൊയേഷ്യക്കെതിരെ താൻ പെനാൽറ്റി മിസ്സാക്കിയ നിമിഷമാണ് തൻ്റെ മനസ്സിലൂടെ കടന്നുപോയതെന്നും തൻ്റെ ടീം PSG വിജയിച്ചപ്പോൾ ആഘോഷിക്കാൻ വേണ്ടി എല്ലാവരും ഓടിയ കൂട്ടത്തിൽ താനും ആ ഓട്ടം സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ അപ്പോഴാണ് ഗബ്രിയലിൻ്റെ ആ രൂപം തൻ്റെ കണ്ണിലുടക്കിയതെന്നും താൻ അവനെ പോയി ആശ്വസിപ്പിക്കേണ്ടതുണ്ട്, അവനെ ഹഗ് ചെയ്യേണ്ടതുണ്ട് എന്ന് തനിക്ക് തോന്നിയെന്നും 2022 വേൾഡ് കപ്പിൻ്റെ പെനാൽറ്റി മിസ് ചെയ്തപ്പോൾ അത്തരമൊരു ഹഗ് താൻ ഏറെ കൊതിച്ചിരുന്നു എന്നും മാർക്കിഞ്ഞോസ് തുറന്നങ്ങ് പറയുകയാണ്. ആ നിമിഷത്തെ വൈകാരിക സംഭവങ്ങൾ. അടുത്ത ദിവസം ഗബ്രിയൽ മെഗല്ലസ് തനിക്ക് മെസ്സേജ് അയച്ചു, താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചപ്പോൾ താൻ തിരിച്ചയച്ച മെസ്സേജ് ഇതാ, ഈ മെസ്സേജാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് തിരികെ പറഞ്ഞു എന്നുകൂടി മാർക്കിഞ്ഞോസ് പറയുന്നു. ഈ മാർക്കിഞ്ഞോസിനെ തന്നെയല്ലേ ക്യാപ്റ്റൻസി ഏൽപ്പിക്കേണ്ടത്? ഇല്ല, കാർലോ ആഞ്ചലോട്ടിക്ക് പിഴച്ചിട്ടില്ല. കൃത്യമായ കരങ്ങളിൽ തന്നെയാണ് ബ്രസീലിൻ്റെ ക്യാപ്റ്റൻ്റെ ആംബാൻഡ് അങ്ങ് കൊടുത്തിരിക്കുന്നത്. ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഗബ്രിയൽ മെഗല്ലസ് വിഷയം വിശദമായി സംസാരിക്കുന്നുണ്ട് മാർക്കിഞ്ഞോസ് പറയുന്നു, ആ സമയത്ത് ഞാൻ സെലിബ്രേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. പക്ഷേ എൻ്റെ കൂട്ടുകാരോടൊപ്പം ഞാൻ ഓടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എൻ്റെ നേരെ ഫേസ് ചെയ്ത് കൊണ്ട് നിൽക്കുന്ന അവൻ്റെ ആ ഒരു ഇമേജ് എൻ്റെ കണ്ണിലുടക്കി. എൻ്റെ ടീംമേറ്റ്സ് അവൻ്റെ അരികിലൂടെ ഓടിപ്പോകുന്നുണ്ട് വിജയം ആഘോഷിക്കാൻ വേണ്ടി. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് 2022 വേൾഡ് കപ്പിൽ ആ പെനാൽറ്റിയാണ്. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ഇവൻ്റെ അടുത്തേക്ക് ഞാൻ പോകേണ്ടതുണ്ട്, ആ ഒരു എമ്പതി ഉണ്ടാവേണ്ടതുണ്ട്. ഞാൻ എങ്ങനെയാണ് ആ മൊമെൻ്റ് കടന്നുപോയത് എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ എൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. സോ ഞാൻ അവനെ പോയി കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത്. ആ നിമിഷത്തിൽ ഞാനൊരു അന്ന് 2022 ഒരു കെട്ടിപ്പിടുത്തം, ഒരു ഹഗ് എത്രത്തോളം കൊതിച്ചു എന്ന് എനിക്കറിയാം. ഞാനൊരു മൊമെൻ്റ് എടുത്ത് കുറച്ച് മിനിറ്റുകളോളം അവൻ്റെ അടുത്ത് നിന്ന് അവനോട് 2-3 വാക്കുകൾ സംസാരിക്കുകയും ചെയ്തു. അതാണ് ഞാൻ അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ചെയ്തത്. എന്ന് പറഞ്ഞാൽ ടു ഹെൽപ്പ് ഹിം സ്റ്റേ സ്ട്രോങ്, അവൻ്റെ തല ഉയർത്താൻ, അവൻ എത്രത്തോളം ഇൻക്രെഡിബിൾ ആയിട്ടുള്ള പ്ലെയർ ആയിരുന്നു എന്ന് അവൻ ഓർമ്മപ്പെടുത്താൻ, ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ഡിഫൻഡർമാരിൽ ഒരാളാണ് എന്ന് അവനോട് പറയാൻ ഞാൻ അവിടെ നിന്നു. തീർച്ചയായിട്ടും ഈ ഒരു ബേർഡൻ, അങ്ങനെ ഒരു പെനാൽറ്റി മിസ് ചെയ്യുന്നുള്ള ബേർഡൻ അങ്ങനെ കൊണ്ട് നടക്കേണ്ടവനല്ല അവൻ എന്ന് ഞാൻ അവനെ ബോധ്യപ്പെടുത്തി. പെനാൽറ്റികൾ അത് നമ്മളെല്ലാവരും ശരിയായി അടിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കില്ല. അതുകൊണ്ട് ആ സീസണിൽ അവൻ ചെയ്തതൊക്കെ ഇല്ലാതാകുമോ? ഒരു പെനാൽറ്റി മിസ് ചെയ്തതുകൊണ്ട് അതില്ലല്ലോ. ഏതായാലും അവൻ എങ്ങനെ ഞാനപ്പോൾ പറഞ്ഞത് ഫീൽ ചെയ്തൊന്നും എനിക്കറിയില്ല. പക്ഷേ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. എനിക്കറിയില്ല എന്താണ് അവന് ഇതുകൊണ്ട് അർത്ഥമായത് എന്നൊക്കെ. പക്ഷേ അടുത്ത ദിവസം അവൻ എനിക്കൊരു മെസ്സേജ് അയച്ചു, അവൻ എനിക്ക് നന്ദി പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ അവന് മറുപടി പറഞ്ഞു, ഇതാണ് എൻ്റെ ഗ്രേറ്റസ്റ്റ് വിക്ടറി എന്ന്. മൈ ഗ്രേറ്റസ്റ്റ് വിക്ടറി ഇതാണ് എന്ന് ഞാൻ അവനോട് പറയുകയുണ്ടായി. ഏതായാലും അവനെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രീമിയർ ലീഗ് ജയിച്ചു, ചാമ്പ്യൻസ് ലീഗ് തോറ്റു. പക്ഷെ അതുകൊണ്ട് അവൻ്റെ മെറിറ്റ് ഇല്ലാതെയാവുന്നില്ല. ഫൈനൽസ് എപ്പോഴും സ്മോൾ ഡീറ്റെയിൽസിൽ തീരുമാനമാകുന്ന കളികളാണ്. ചില കാര്യങ്ങൾ ശരിയാവും, ചില കാര്യങ്ങൾ ശരിയാവില്ല. അവനും മാർട്ടിനെല്ലിയും ഒക്കെ ഇപ്പോൾ നല്ല രൂപത്തിൽ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, നല്ല രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മോശമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. ലെറ്റ്സ് മൂവ് ഓൺ. നൗ വി ആർ വിയറിങ് ദിസ് യൂണിഫോം. ദേശീയ ടീമിൻ്റെ ഈ യൂണിഫോമാണ് ഇപ്പോൾ നമ്മൾ ധരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ലക്ഷ്യമുണ്ട്, അത് ലോക കിരീടം ചൂടുക, ചാമ്പ്യന്മാരാവുക ദേശീയ ടീമിനോടൊപ്പം എന്നുള്ളതാണ്. വാട്ട്സ് പാസ്റ്റ് ഈസ് പാസ്റ്റ്, ദി ഗോൾ ഈസ് ദി നാഷണൽ ടീം എന്നുകൂടി മാർക്കിഞ്ഞോസ് എന്ന ക്യാപ്റ്റൻ പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എഴുതാം.